പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് എന്തെങ്കിലും കഴിച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ ടോയ്ലറ്റിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും കണ്ടുവരുന്നൊരു കാര്യമാണ്. ഇപ്പം ഞാനുൾപ്പെടെ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ നമുക്ക് കക്കൂസിലോട്ട് പോകണം. ഇതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല. രാവിലെ ഉറക്കം കഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ടോയ്ലറ്റിൽ പോയി, അതായിരുന്നു പണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ്. അതല്ലെങ്കിൽ സപ്പോസ് എന്തെങ്കിലും മാക്രി പൂക്കറി കാര്യത്തിന്ന് രാത്രി എങ്ങനെ ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോകുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ എന്ത് കഴിച്ചാലും കക്കൂസിൽ പോകണം. അങ്ങനത്തെ ഒരു രീതിയിലോട്ട് നമ്മൾ എല്ലാവരും പൊയ്ക്കൊണ്ടിരിപ്പുണ്ട്. ചിലവർക്ക് ഇതൊരു നാണക്കേട് കാരണം പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പഠിക്കുന്നവരുണ്ട്. എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് അവരിതേപോലെ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയ കാര്യമാണ്. ഫുഡ് വെളിയിൽ നിന്ന് കഴിക്കാറില്ല. അപ്പോൾ പറയുന്നത് വെച്ചാൽ എനിക്ക് കഴിച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ കക്കൂസിൽ പോകാൻ പറ്റും, അതുകൊണ്ടിട്ട് വേണ്ട, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. ഇങ്ങനെ വരാനുണ്ടായ കാരണം എന്തെന്ന് നമുക്ക് എന്നെ അറിയാവുന്നതാണ്. പക്ഷേ കുറച്ച് പേർക്ക് ഇപ്പോഴും അറിയില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി നല്ല സ്പൈസസ് ആയിട്ടുള്ള ആഹാരങ്ങൾ, സ്വീറ്റ്സ് ആയിട്ടുള്ള ആഹാരങ്ങൾ, ഇല്ലെങ്കിൽ കേക്ക് ഐറ്റംസ്, അങ്ങനെ ജങ്ക് ഫുഡ് എന്ത് സംഗതി നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കാറുള്ളത്. പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഞാൻ ഉൾപ്പെടെയാണെങ്കിൽ എനിക്കറിയാം, എനിക്കിപ്പോൾ തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉള്ള ഒരാളാണ്. എനിക്ക് പിമ്പിൾസ് വരും, അങ്ങനെ ടെൻഷൻ കാര്യങ്ങളൊക്കെ കൂടുമ്പോഴത്തേക്ക് എൻ്റെ ബോഡിക്ക് ഓക്കെ ആവില്ല. പക്ഷേ ഞാൻ ഉൾപ്പെടെ എന്ത് ചെയ്യും, എനിക്കിഷ്ടപ്പെട്ടൊരു ആഹാരം കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആക്രാന്തത്തോടെ കഴിച്ചിട്ട് ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് നാളെ തൊട്ട് ഞാൻ കഴിക്കൂല, ഇങ്ങനെ പറഞ്ഞിരിക്കും. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, കഴിക്കും. ഇതാണ് നടക്കുന്നത്. ഇതേ സെയിം സംഗതി തന്നെയാണ് ഈ വയറിൻ്റെ ഇഷ്യൂ ഉള്ളവർക്കും വന്നുകൊണ്ടിരിക്കുന്ന മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന അനുഭവത്തിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇങ്ങനെയുള്ള ആഹാരങ്ങളെല്ലാം കഴിച്ച് വയറിന് ആദ്യം ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പിന്നീടായപ്പം വയറിനുള്ള അസ്ഥിതകൾ ആരംഭിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ പിന്നെ ഡോക്ടറുടെ അടുത്ത് എന്തായാലും പോയി. ഡോക്ടർ പറഞ്ഞു ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പം ഇപ്പോഴിത് കുറഞ്ഞോ എന്ന് വെച്ചാൽ കുറവില്ല, ചെറിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ഇത്രമാത്രം. പ്രത്യേകിച്ച് ഫസ്റ്റ് സമയത്തിന് ഫുഡ് കഴിക്കാതിരുന്നു. ഫുഡ് കഴിക്കാൻ ഇപ്പോൾ 1 മണിക്കാണ് ഫുഡ് കഴിക്കേണ്ടതെങ്കിൽ കഴിക്കുന്നത് 4 മണിക്കായിരിക്കും. രാവിലെ 7 മണി 8 മണിക്ക് കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് 10 മണി 11 മണിക്കായിരിക്കും. ഇങ്ങനെ സമയം തെറ്റിയുള്ള ആഹാര രീതിയാണ് ഇതിൻ്റെ മെയിൻ കാരണമാണ്. അപ്പം എന്ത് ചെയ്യുക, നമുക്കിപ്പോൾ എവിടെയെങ്കിലും നമ്മൾ പോയിരിക്കുകയാണ്, നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സായി. അപ്പോൾ എന്ത് ചെയ്യുക, അടുത്ത് കാണുന്ന ഏതെങ്കിലും കടയിൽ കയറി ഒരു ഏത്തപ്പഴം മേടിച്ച് കഴിക്കുക. അത് പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് മേടിച്ച് അല്ലെങ്കിൽ ഒരു ജ്യൂസ് മേടിച്ചോ എന്തെങ്കിലും ഒരു സംഗതി ആ ടൈമിങ്ങിന് കൊടുക്കാതിരിക്കരുത്. ഓക്കെ, പിന്നെ ഈ സമയത്ത് നമുക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും നല്ല സംഗതി എന്താണെന്ന് നമുക്കറിയാം. ഇപ്പം നമുക്ക് ഒരു തൊട്ടടുത്തൊരു പഴങ്കഞ്ഞി കടയിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും, പഴങ്കഞ്ഞി കുടിച്ചാൽ കുറച്ച് അതിൽ അത്ര കെമിക്കൽസും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യത്തില്ല, നമുക്കറിയാം. കുറച്ച് നല്ലതായിട്ടുള്ള സാധനങ്ങളൊക്കെ പഴങ്കഞ്ഞിയാണ്. പക്ഷെ നമ്മളവിടെ കയറില്ല. തൊട്ടടുത്തൊരു ബിരിയാണി, കുഴിമന്തി കട കണ്ടാൽ നമ്മളെന്ത് അവിടെ കയറി നമുക്ക് കഴിക്കാം എന്ന് തോന്നും. അപ്പം തന്നെ നമുക്ക് വീണ്ടും അസുഖവും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, കോമൺ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും വരുന്ന ആ ഒരു രീതി അതിൽ നിന്ന് എന്തായാലും നമുക്ക് കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ നമുക്ക് അടുത്ത് കാണുന്നതിൽ നമുക്ക് തന്നെ സ്വയം ആദ്യം ഒരു ബോധം വയ്ക്കുക. നമുക്ക് എന്ത് നല്ലത്, എന്ത് കൊള്ളൂല എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് ഓർമ്മിച്ചാൽ മാത്രമേ ഇതിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. രണ്ടാമത്, ഈ ലേറ്റ് നൈറ്റ് ഫുഡ് കഴിക്കുന്ന ഇത് കാരണം പ്രത്യേകിച്ച് ഒരു സംഗതി വന്ന് ചേർന്നുമ്പോൾ വയറിങ്ങനെ ചാടി ഒരു ഉണ്ണി വയറ് കിട്ടും കേട്ടോ. ഇത് അച്ചട്ടായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പം രാത്രി 10 മണിക്ക് ശേഷം എന്തായാലും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട വയറിൻ്റെ കാര്യം. ഈ കക്കൂസി പോക്ക് സ്ഥിരമായിട്ട് നമ്മളെ കൂടെ പ്രപ്പായിട്ട് കിട്ടിക്കോളും. രാത്രി ഒരു 7 മണി മാക്സിമം 8 മണിക്ക് ശേഷമാണ് ഫുഡ് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രാത്രി 10 മണി 11 മണിക്കാണ് വന്ന് കഴിക്കണമെങ്കിൽ ഇതേ കഴിക്കരുത്. ഒന്നും കഴിച്ചില്ലേലും കുഴപ്പമില്ല. പണ്ടുള്ളവർ അത്താഴപ്പട്ടിണി കിടക്കരുതെന്ന് പണ്ടുള്ളവർ പറയും. പക്ഷേ ഇവിടെ അതല്ല. കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ലേറ്റായിട്ട് ഫുഡ് കഴിച്ചാൽ അത് ദഹിക്കാനായിട്ട് സമയം കുറച്ച് കൊടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഉറക്കത്തിൻ്റെ പകുതി പ്രശ്നം നമുക്ക് വരും. അപ്പോൾ അതൊന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അഥവാ ലേറ്റായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആപ്പിൾ ഉണ്ടെങ്കിൽ ധാരാളം. ആപ്പിൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് വീട്ടിലുണ്ട്, അതും ഒരു ഗ്ലാസ് പച്ച വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങിയാൽ മാത്രം മതി. നിങ്ങൾ വേറെ ഒന്നും കഴിക്കാനായിട്ട് നിൽക്കരുത്. ഓക്കെ, ഇത് ഇത്രയാണ് നമ്മൾ ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാലുള്ള സംഗതി ഞാൻ പറഞ്ഞത്. അഥവാ ഏറ്റവും ബെസ്റ്റ് സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പണ്ട് കുറച്ച് ദിവസം ആൾക്ക് മുമ്പ് വരെ രാത്രി 10 മണിക്കും 11 മണിക്കൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. വെച്ചാൽ എവിടെയെങ്കിലൊക്കെ പോയിട്ട് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ
ലേറ്റായി പോകുമ്പോൾ. പക്ഷേ ഞാൻ ആ ഒരു ഇത് കാരണം എനിക്ക് വന്ന ഒരു വലിയ പ്രശ്നം വെച്ചാൽ എൻ്റെ ഉറക്കത്തെ ബാധിച്ചു, എൻ്റെ വെയിറ്റിനെ ബാധിച്ചു, കുറച്ച് വണ്ണം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് തുടങ്ങി ഓവർനൈറ്റ് ഫുഡ് കഴിക്കുന്നത് കൊണ്ടിട്ട്. അതുപോലെ തന്നെ ഒരു തൈറോയ്ഡ് ഇഷ്യൂവിനെ കുറച്ച് കൂടുതലായിട്ട് ബാധിച്ചു തുടങ്ങി. ഇപ്പോൾ വെറുതെ കയറി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ 3 മണിക്ക് 2 മണിക്ക് പ്രോപ്പർ ഉറക്കം കിട്ടത്തില്ല, സ്ട്രിക്റ്റ് ഉറക്കമായിരിക്കും നമുക്ക് കിട്ടുക ഇത് കാരണം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയ ബോഡി നമ്മൾ എത്ര മാക്സിമം നശിപ്പിക്കാൻ പറ്റും നമ്മളത് നശിപ്പിച്ച് വെറുതെ പോയി ആവശ്യമില്ലാത്ത ആൻറ്റിബയോട്ടിക് കാര്യങ്ങൾ കഴിക്കുന്നതിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദമുള്ളത്. അപ്പം അതുകൊണ്ടിട്ട് ഈ വിത്ത് കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്തതിന് ശേഷം വൈകുന്നേരം ഏറ്റവും നല്ലൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ചോളം വൈകുന്നേരം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. സ്കിന്നിന് വെളുക്കാൻ നല്ലതാണ്, വയറിന് ഏറ്റവും നല്ലതാണ്, കക്കുസി പോകുന്നതിനൊക്കെ ഏറ്റവും നല്ല വെച്ചാൽ ഈ നാരടങ്ങിയ ഫൈബർ അടങ്ങിയ ഫുഡാണ് നമ്മുടെ വയറിന് ടോയ്ലറ്റിൽ പോകുന്ന ടെൻഡൻസി ഉള്ളവർ കഴിക്കേണ്ട മെയിൻ ഫുഡ്. ഓക്കെ, അപ്പം ഇതിന് മെയിൻ അടങ്ങിയിട്ടുള്ളത് നാരടങ്ങിയിട്ടുള്ള ഫുഡ്. ഈ കൂവക്കിഴങ്ങെന്നൊക്കെ പറയും, ഒരു സൈസ് വെള്ള കറിലിരിക്കും, അല്ലെ പഴിച്ച നമ്മളെ വലിയ ഇടയിലൊക്കെ പണ്ടൊക്കെ കയറി അത് കൊള്ളത്തില്ല അങ്ങനെ പണ്ട് തുപ്പിക്കളും. പക്ഷേ ഇപ്പം അത് തേടി പിടിച്ച് വാങ്ങിച്ച് തിന്നണ ഒരു പതിവായി മാറി. ഇപ്പം കൂവക്കിഴങ്ങ് എന്ന് പറയുന്നത് ചോളം ഏറ്റവും നല്ല സാധനമാണ്. പിന്നെ അതുപോലെ മുരിങ്ങയില കാണുന്നതേ കയ്പ്പ് വായിക്കകത്ത് വെച്ചിട്ട് കൊണ്ടുപോയി തുപ്പിക്കളഞ്ഞ കാലങ്ങളുണ്ടായിട്ടുണ്ട് അമ്മ കാണാതെ. അപ്പം മുരിങ്ങയില എന്ന് പറഞ്ഞത് ഭയങ്കര നല്ല സാധനമാണ് വയറിന് കക്കൂസി പോകാൻ ടെൻഡൻസി ഉള്ളത്. പക്ഷേ അതിൽ ഫുൾ നാരാണ്, അറിയാലോ, കമ്പും കാണും ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് അത് കയറിപ്പോയി അത് കുടലിനെയൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് നമ്മുടെ വയറ്റിൽ ഏറ്റവും നല്ല ബാക്ടീരിയകൾ ഇല്ലെങ്കിലാണ് ഈ പ്രശ്നം. പിന്നെ മോര് കൊടുക്കുക, പഴങ്കഞ്ഞി കൊടുക്കുക. ഇത് ഇത്രയും കൊടുക്കുമ്പോൾ തന്നെ വേറൊരു ചെറിയൊരു ആശ്വാസവും കാര്യങ്ങളും കിട്ടും, മനസ്സിലായോ? പിന്നെ ഈ ഗ്യാസ് ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇത്രയും കൂടി ചെയ്ത് നല്ലൊരു ഡോക്ടറെ കാണുക. ഞാനിപ്പോൾ ഹോമിയോ ആണ് എപ്പോഴും പറയാറുണ്ട്, ഹോമിയോ തന്നെയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഹോമിയോ മെഡിസിൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ ആ മെഡിസിനിലോട് പോകുക. ആയുർവേദം, അലോപ്പതി വയറിന് പറ്റിയ വെച്ചാൽ മരുന്ന് കൂടുതലും ഫുഡ് കുറച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കില്ല. ഞാൻ എപ്പോഴും ഹോമിയോ പോകേണ്ട കാര്യം തന്നെ ഇതുകൊണ്ടിട്ടാണ്. ഞാൻ മെഡിസിൻ അവിടെ നിന്ന് തരുന്നതാണെങ്കിലും കുറച്ച് മെഡിസിൻസ് എടുത്തിട്ട് കൂടുതലും ഞാൻ ഇതേപോലെ ഓരോന്നും കണ്ടും എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഫുഡ് പാറ്റേൺസിലോട്ട് ഞാനങ്ങ് മാറി. അപ്പം ഞാൻ ഗുളിയെ കുറച്ച് ഫുഡ് ഐറ്റംസ് കൂടുതലാക്കിയപ്പം ഈ 10 പ്രാവശ്യം കക്കൂസി പോകുന്നത് 2 പ്രാവശ്യം ആ ഒരു രീതി എന്ന് വെച്ചാൽ മൊത്തം ഒരു ദിവസം കൊണ്ട് മാറി ശരിയാവുന്നില്ല ഞാൻ പറഞ്ഞു. എങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് വലിയൊരു മാറ്റത്തിലോട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഫുഡ് പാറ്റേൺ മാറ്റുമ്പോൾ തന്നെ നമുക്ക് സാധിക്കും. ഓക്കെ, പിന്നെ ഉള്ളതാണ് അഗസ്ത്യക്കീര എന്ന് പറയും. പണ്ടൊക്കെയുള്ള വീട്ടിലൊക്കെ കിട്ടും. ഇപ്പം ഇല്ലെങ്കിൽ ചന്തകളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും അഗസ്ത്യക്കീര എന്ന് പറയാൻ. ഒരു പൂവും കാണും, ഇങ്ങനെ ഇരിക്കും, എന്താ പറയുക, വളഞ്ഞൊരു വില്ല് പോലിരിക്കുക. അതൊക്കെ വെച്ച് തോരൻ വെച്ച് കഴിക്കുന്ന അഗസ്ത്യക്കീരയൊക്കെ പണ്ടുള്ളവരുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാ ചന്തകളിലും ഉണ്ട്. അപ്പം അഗസ്ത്യക്കീര ഏറ്റവും നല്ല സാധനമാണ്. അപ്പം ഈ വയറിൽ നാരടങ്ങിയ എന്ത് സംഗതി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ആപ്പിൾ നല്ല സാധനമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആപ്പിൾ ഈ ടൈമിലൊക്കെ നിങ്ങൾക്ക് വയറിൽ ഈ ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ കഴിക്കുക. പിന്നെ മധുരം അടങ്ങിയ ഫ്രൂട്ട്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ജ്യൂസ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക. ജ്യൂസിനകത്തോട് പോകുമ്പോൾ കുറച്ച് ഷുഗർ കണ്ടൻറ്റ് കൂട്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. റോ ആയിട്ടുള്ള വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ക്യാരറ്റ്, അതുപോലെ തന്നെ സലാഡ്, വെള്ളരി, ഇങ്ങനെയൊക്കെയുള്ള വയറിന് തണുപ്പിക്കുന്ന ഐറ്റംസ് മാക്സിമം കൊടുക്കുക. ഇത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ വയറിന് ഈ ഒരു വരുന്ന ടെൻഡൻസി കുറയുന്നത്. നമ്മളിപ്പം ആഴ്ചയിൽ ഒരു ദിവസം നമുക്കങ്ങനെ വേറെ ചീത്തയാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ട് ബർഗറോ അങ്ങനെയുള്ള ഐറ്റംസോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം, കഴിക്കാം, അതിലൊന്നും തെറ്റ് പറയുന്നില്ല. പക്ഷെ കഴിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ ഇഷ്യൂസ് വരും. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് അവോയ്ഡ് ചെയ്യുക. വയറിൻ്റെ ഇഷ്യൂ കൂടാനുള്ള ചാൻസ് കൂടുതലുണ്ടാവും. അതുപോലെ അത് വഴി പിന്നെ വേറെ കുറേ കാര്യങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് കഴിയുമ്പോൾ തന്നെ തൊട്ടടുത്ത് വരുന്ന ഒരാളാണ് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയും. ചീത്ത കൊളസ്ട്രോൾ വരുമ്പോഴാണ് നമ്മുടെ ഹാർട്ടിനെ അത് ബാധിക്കും. ഒരളവ് വരാൻ ചാൻസ് വരും. പിന്നെ അത് ഇച്ചിരി കടുത്ത് കഴിയുമ്പോഴാണ് നമുക്കറിയാം നമുക്ക് ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളിലോട്ട് പിന്നെ അത് വഴി ഒരുക്കിക്കൊണ്ടേ പോകാനായിട്ട് നോക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. മാക്സിമം ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുക, വയറിനെ ഏറ്റവും മനോഹരമാക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ വേറെയുള്ള ഈ അനാവശ്യമുള്ള സംഗതികൾ കൊടുക്കാതെ നമുക്കുള്ള വയറിന് നന്നായിട്ട് തന്നെ ഇരിക്കാൻ നോക്കി വേറെ ഇഷ്യൂസൊന്നും വരത്തില്ല. ഇതുപോലെ അടുത്തൊരു വീഡിയോ